ഇങ്ങനെ യൂട്യൂബേഴ്സ് റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു മൈക്ക് പ്ലേസ്മെൻ്റ് ആണ്. കോളർ മൈക്രോഫോൺ ഒരിക്കലും ഇങ്ങനെ പിടിക്കാൻ പാടില്ല. കോളർ മൈക്ക് എവിടെ വെക്കണം? കോളറിൽ വെക്കണം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് എങ്ങനെ ഒരു കോളർ മൈക്രോഫോൺ നന്നായിട്ട് ഉപയോഗിക്കാം. നമ്മളൊരു കോളർ മൈക്ക് മേടിക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു ബോക്സ് കിട്ടും. അതുപോലെ 2 വിൻഡ് പ്രൊട്ടക്ഷൻ ഷീൽഡ് കൂടെ കിട്ടും. പഞ്ഞിപ്പൂടാണൊക്കെ ഇരിക്കുന്നത്, കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റുഡിയോ മൈക്കിൽ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പോപ്പ് ഫിൽറ്റർ വെച്ചില്ലേ, ആ ഒരു എഫക്റ്റ് ഇതിനും കിട്ടും. മെയിനായിട്ട് നമ്മൾ ഔട്ട്സൈഡ് ഷൂട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കാറ്റിന്റെ ആ ഒരു നോയ്സ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിൻഡ് പ്രൊട്ടക്ഷൻ. ആ പേര് തന്നെ ഉണ്ടല്ലോ. ഇതിൽ 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറുമാണ് ഉള്ളത്. ഒരു മൈക്ക് ഇതായിരിക്കുന്നു, ഒരു മൈക്ക് ദാണ്ടേ, റിസീവർ ഫോണിൽ കണക്ട് ചെയ്തിരിക്കുന്നു. കുഴപ്പമില്ല. ഞാൻ നേരത്തെ ഒരു പ്രോഡക്റ്റ് മേടിച്ച് ചീറ്റിപ്പോയെന്ന് പറഞ്ഞില്ലേ, ആ പ്രോഡക്റ്റ് വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഒരു റിസീവർ നമുക്ക് കാണും. നമ്മളുടെ സിഗ്നൽ റിസീവ് ചെയ്ത് നമ്മൾ ഫോണിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ ചാർജിങ്ങോ ഒന്നുമില്ല. ജസ്റ്റ് ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ അത് പവറായി. ഇതൊരു ചാർജിങ് കേസാണ്. നമ്മളുടെ മൈക്ക് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ ചാർജിങ് ആയി. 2 മൈക്ക് ഉണ്ടെങ്കിൽ ഒരുമിച്ച് കാണിക്കും, ഇവിടെ ചാർജിങ് കാണിക്കും. ഈ മൈക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ 3 ഓപ്ഷൻസ് ഉണ്ട്. ഈ 3 ഓപ്ഷൻ ആക്ച്വലി കുറച്ച് തട്ടിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അതായത് ആദ്യത്തെ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഓൺ ഓഫ്, നോർമലായിട്ട് റിമോട്ടിലൊക്കെ കൊടുത്തേക്കുന്ന ആ ഓൺ ഓഫിൻ്റെ സിമ്പിൾ തന്നെയാണ്. അത് ഇച്ചിരി ലോങ് പ്രസ് ചെയ്താൽ ഇത് ഓൺ ആയിക്കോളും. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഞെക്കി പിടിച്ചാൽ ഇത് ഓഫ് ആയിക്കോളും. പക്ഷെ നമ്മൾ ചാർജിങ് കേസിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൺ ആയിക്കോളും. ഓൺ ആകുമ്പോൾ ഒരു പച്ച ലൈറ്റ് കത്തിക്കും. ഞാൻ കാണിച്ചു തരാം. ആ പച്ച ലൈറ്റ് ഇങ്ങനെ കത്തും. ഓക്കെ. അതിനുശേഷം ഒരു മ്യൂട്ടിൻ്റെ ഒരു സിമ്പിളാണ്. പക്ഷെ അതിൻ്റെ ഒരു ഓപ്ഷനൊന്നും ഇതിനകത്തില്ല കേട്ടോ. മ്യൂട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഈ പ്രോഡക്റ്റിൽ ഞാൻ കണ്ടില്ല. പിന്നെ ഒരു മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റുമ്പോൾ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ഓഫ് ആവും. നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആകുമ്പോൾ ആ സിമ്പിൾ ഗ്രീൻ കത്തും. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറച്ചൊക്കെ നോയ്സ് ക്യാൻസൽ ആകുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളുടെ വോക്കൽ ക്വാളിറ്റി അത് ബാധിക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത്യാവശ്യം ക്രൗഡുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്യേണ്ട ആളാണ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ട ആളാണ് നിങ്ങളെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു മൈക്ക് നിങ്ങൾക്ക് മേടിക്കാം. അത് കുറച്ചുകൂടെ റേറ്റ് ഒക്കെ ആവും കേട്ടോ. നോയ്സ് ക്യാൻസലേഷനൊക്കെ അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇച്ചിരി റേറ്റ് ഉള്ള മൈക്ക് നമ്മൾ മേടിക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഇത് കണക്ക് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് ജോലി ചെയ്യാനൊക്കെ ആണെങ്കിൽ ഈ മൈക്ക് ധാരാളം. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് മോഡാണ്. ഇനി ഓൺ മോഡ് ഇട്ടാൽ എന്താണ് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. അതേ പൊസിഷനിൽ ഞാൻ വെക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ മൈക്കിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ മോഡാണ്. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് വോയിസസ് കട്ടായിട്ടുണ്ട്. ഒരുപാട് കാക്കകളുടെയും. ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന കാക്ക ഇപ്പോൾ കരയുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാനായിട്ട് ആ കാക്കേനെ തിരിച്ചു വന്നാലേ പറ്റത്തുള്ളൂ. എന്നാലും വലിയൊരു ക്രൗഡിന്റെ നടുക്ക് വന്ന് റെക്കോർഡ് ചെയ്താൽ ആ ക്രൗഡിന്റെ ശബ്ദം ഒന്നും കേൾക്കാതെ നമ്മുടെ ശബ്ദം മാത്രം കേൾക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിന് പറ്റിയ മൈക്ക് ഇതല്ല. അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ ഇനി വരാം. ബൈ ബൈ. നിങ്ങളെ കണ്ടാൽ ഓടി വന്ന് മിണ്ടുന്ന ചില മനുഷ്യരില്ലേ? നിങ്ങളുടെ മറുപടികളില്ലാതെ വരുമ്പോൾ നിങ്ങളോട് പരിഭവിക്കുന്ന ചില മനുഷ്യർ, വർഷങ്ങളായി കൂടെ നടക്കുന്നവർ, നിങ്ങളുടെ ഹൃദയത്തെ നന്നായി തൊട്ടറിയുന്നവർ. പലപ്പോഴും നിങ്ങളവരെ പരിഗണിക്കാതെ ഇരിക്കും. പുതുതായി ഒന്നും പറയാനില്ലല്ലോ, അവരോട് എപ്പോൾ വേണമെങ്കിലും മിണ്ടാമല്ലോ, നിങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുമല്ലോ എന്നൊക്കെ നിങ്ങളങ്ങ് ചിന്തിച്ചു കൂട്ടും. പക്ഷേ ഈ എന്നും മിണ്ടുന്ന മനുഷ്യരുണ്ടല്ലോ, അവരൊരു ദിവസം ഇല്ലാതാകും. പരിഗണിക്കപ്പെടാതാകുമ്പോൾ ആ പാവങ്ങൾ നിങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോകും. അപ്പോഴേ നിങ്ങളും ആ ഹൃദയത്തെയും സ്നേഹത്തെയും ആദരപൂർവ്വം ഓർക്കുകയുള്ളൂ. അപ്പോഴേക്കും അവരുടെ മനസ്സിൽ നിങ്ങളും മാഞ്ഞു പോയിട്ടുണ്ടാകും. എനിക്കും മാഞ്ഞു പോകണം, എൻ്റേതല്ലാത്ത മനുഷ്യരിൽ നിന്ന് എനിക്കും മാഞ്ഞു പോകണം.